പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പോലീസുകാരും ചൈൽഡ് ലൈനിലെ ആൾക്കാരും ചേർന്ന് ഒരു കുട്ടിയെ അനാഥാശ്രമത്തിൽ നിന്നും ആദർശിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നുണ്ട്. എന്നിട്ട് ആ കുടുംബത്തിലെ എല്ലാവരോടുമായി പറയുന്നു, ഈ കുട്ടിക്ക് ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു. ആ ഗാർഡിയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു. ആ ഗാർഡിയനാണ് പറഞ്ഞത് ഈ കുട്ടി ഈ വീട്ടിലെയാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആദർശ് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? ഇത് അന്യായമല്ലേ സാർ? ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് എന്തിനാണ്? അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആകണ്ട, സമാധാനമായിരിക്കുക. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പെട്ടെന്ന് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും സാർ? അപ്പോൾ അനിയും പറയുന്നുണ്ട്, അതെ സാർ, ഞങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ഈ കുട്ടിയെ ഇവിടെ നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പറയട്ടെ, അതിന് നിങ്ങൾ സമയം എന്താ? അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. എന്നിട്ട് ആദർശിൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ ചുമ്മാതെ വന്നതല്ല മേഡം, ഈ വീട്ടിലുള്ള ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ കുട്ടിക്ക് ഈ വീട്ടിൽ അധികാരപൂർവ്വം താമസിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലീസുകാർ പറയുമ്പോൾ എല്ലാവരും ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പോലീസുകാരോട് പറയുന്നുണ്ട്, അതെങ്ങനെ? ആരോ പറഞ്ഞതിൻ്റെ പേരിൽ ഇത് സത്യമാകും? പെട്ടെന്ന് നിങ്ങൾ ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, സാർ, പൊതുവായി നീതിപീഠത്തിൽ പറയുന്നത് ഒരാൾ മരിക്കുമ്പോൾ ഒരിക്കലും നുണ പറയുകയില്ല എന്നാണ്. അത് വലിയ വിശ്വാസമാണ്. അതിനാൽ ആ മരണമൊഴിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാളും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നത്? അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ മരിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം പറഞ്ഞത്. നവ്യ പതുക്കെ അബിയോട് പറയുന്നുണ്ട്, ആ കുട്ടി നമ്മുടെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ചെറിയൊരു മുഖഛായയുണ്ട്. ഇനി അബിയുടെ കുട്ടിയാണോ അത്? അപ്പോൾ അബി നവ്യയോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കെ, ഇത് എൻ്റെ കുട്ടിയൊന്നുമല്ല. എന്നാലും അബിക്ക് സംശയം മൊത്തം നവ്യ അബിയെ കൊടുക്കാൻ ചെയ്ത എന്തെങ്കിലും പരിപാടിയാണോ എന്നാണ്. എല്ലാ മാസത്തിലും ഒരു ദിവസം ആശ്രമത്തിലെ മേഡം വന്ന് ഈ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകും. അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയെ അവിടെ നിർത്തിയിട്ട് പോലീസുകാരും ഓഫീസറും അവിടുന്ന് പോവുകയാണ്. മുത്തശ്ശനും അച്ഛനും ആദർശും അമ്മയും എല്ലാവരും ആ കുട്ടി ആരുടേതെന്നറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും ആ കുട്ടി വീട്ടിൽ വന്നതോടുകൂടി കുട്ടിയുടെ കളിയും ചിരിയും എല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ട്. ആദർശിന് കുട്ടിയോട് സ്നേഹമാണെങ്കിലും ആ കുട്ടിയോട് ഒരുപാട് അടുക്കാൻ നിൽക്കാറില്ല. ഇതിൻ്റെ ഇടയിൽ അബിയാണെങ്കിൽ കുട്ടിയെ ഒരുപാട് സ്നേഹം നടിച്ച് സന്തോഷിപ്പിക്കുകയും കുട്ടിയുടെ കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുട്ടിയെ കൊണ്ട് ആദർശാണ് അച്ഛനെന്ന് പറയിപ്പിക്കുന്നു. ഇതിൽ അബിയുടെ ഉദ്ദേശം അബീനെയാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയം. ഈ സംശയം അബിയിൽ നിന്നും ആദർശിലേക്ക് മാറാനാണ്. കുട്ടിയെ കൊണ്ട് ആദർശാണ് അച്ഛനെന്ന് അബി പറയിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ ആരാണ് പഠിപ്പിച്ചതെന്ന് കുട്ടിയോട് നവ്യ ചോദിക്കുമ്പോൾ കുട്ടി ആദ്യം ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും പിന്നീട് അബിയാണ് പറഞ്ഞു തന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും നിന്റെ സ്വഭാവം ഇനിയും മാറ്റാനായില്ലേ എന്ന് ചോദിച്ച് അബിയെ വഴക്ക് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ആശ്രമത്തിൽ നിന്ന് കുട്ടിയെ വിസിറ്റ് ചെയ്യാൻ ഡോക്ടർ വരികയാണ്. അപ്പോൾ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കുന്നു. വീട്ടിലുള്ള എല്ലാവരും ടെൻഷൻ ആകുകയും ഓരോ മുക്കിലും മൂലയിലും കുട്ടിയെ വിളിച്ച് അന്വേഷിക്കാനും തുടങ്ങി. എന്നാൽ കുട്ടിയെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ ഇനിയും കുട്ടി എന്താ വരാത്തതെന്നും കുട്ടിയെ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിയമ നടപടി എടുക്കുമെന്നും പറയുമ്പോൾ എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കുട്ടി ഡോക്ടറെ കാണുകയും ഡോക്ടറെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും കുട്ടി ഡോക്ടറോട് മറുപടി പറയുന്നു. ഇവിടെ സുഖമാണോ? ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കിവിടെ സുഖമാണ്, എന്നെ ആരും ഇവിടെ ഉപദ്രവിച്ചില്ലെന്ന് കുട്ടി മറുപടി പറയുന്നു. ഈ സമയത്തെല്ലാം അബി ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. കാരണം അബി വഴക്കു പറഞ്ഞതുകൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്ന് പുറത്തുപോയി ഒളിച്ചു നിന്നത്. എനിക്ക് ആശ്രമത്തിൽ വരണം, എനിക്ക് അവിടെ ജീവിച്ചാൽ മതിയെന്ന് കുട്ടി ഡോക്ടറോട് പറയുമ്പോൾ വേണ്ട മോളെ, ഇവിടെ നിനക്ക് നിന്നാൽ മതി, ഇതാണ് നിന്റെ വീടെന്ന് ഡോക്ടർ മറുപടി പറയുകയാണ്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് അഭി വന്ന് കുട്ടിയോട് മാപ്പ് ചോദിക്കുകയും ഇനി എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. നയന ആദർശിനോട് ഇത്തിരി സ്നേഹത്തിൽ കുട്ടിയോട് പെരുമാറണമെന്ന് പറയുമ്പോൾ ആദർശ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അനാമികയാണെങ്കിൽ കുട്ടിയോട് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഈ കുട്ടി വന്നത് മുതൽ എല്ലാ സംശയത്തിൻ്റെ ഇടയ്ക്കും അനന്തപുരി ഫാമിലീസിൽ ഒരുപാട് സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. കുട്ടിയുടെ കളിയും ചിരിയും എല്ലാം മൂർത്തിയെ ഒരുപാട് സന്തോഷത്തിലാക്കുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് മൂർത്തിയെ പരിശോധിക്കുമ്പോൾ അത്ഭുതത്തോടെ പറയുന്നുണ്ട്, ഇനി സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ക്യാൻസറിൻ്റെ എല്ലാം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കാനും തുടങ്ങി. കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയാൻ DNA ടെസ്റ്റ് നടത്താൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ DNA സാമ്പിൾ എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് വീട്ടിൽ വന്നപ്പോൾ അഭി ഫസ്റ്റ് DNA ടെസ്റ്റിൻ്റെ സാമ്പിൾ എടുക്കാൻ സമ്മതിക്കുന്നു. ഈ സമയത്താണ് ആദർശ് വീട്ടിലോട്ട് വരുന്നത്. ആദർശ് DNA എടുക്കുന്നതിനെ നിരസിക്കുകയും ഇവിടെ ആരുടെയും DNA എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഒച്ചയുണ്ടാക്കി പറയുകയും ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരോടും ഒച്ചയുണ്ടാക്കി അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അമ്മ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇവിടെ എല്ലാവരെയും സംശയമാണ്. DNA നടത്തിയാലല്ലേ ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് സംശയത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യാമല്ലോ. ഇങ്ങനെ അമ്മ പറയുമ്പോൾ ആദർശ് എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അതറിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പ്രശ്നം തീരില്ലേ? ഈ കുട്ടിയുടെ അച്ഛൻ ഞാനാണ് ഈ കുട്ടിയുടെ അച്ഛൻ. ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആദർശ് ഇങ്ങനെ പറയുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ട നയന വളരെ വിഷമത്തോടെ, ഇനി എൻ്റെ ആവശ്യം ഈ വീട്ടിലില്ല, ആദർശേട്ടനും ഈ കുട്ടിയും ഇതിൻ്റെ അമ്മയും കൂടി ഇവിടെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആദർശ് നയനോട് പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നയന അതൊന്നും കേൾക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് നയന സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. നയനെ ആദർശിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നതാണ് നയനയുടെ അച്ഛൻ അറിയുമ്പോൾ അച്ഛന് നെഞ്ചുവേദനയുണ്ടാകുന്നു. ഇത് കാണുന്ന നയനയ്ക്ക് ഒരുപാട് വിഷമമുണ്ടാകുന്നുണ്ട്. അപ്പോൾ അമ്മ നയനയോട് പറയുന്നുണ്ട്, മോളെയാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അച്ഛന് താങ്ങാനാവില്ല. മോളുടെ കുടുംബജീവിതം തകരുമോ എന്നുള്ള ആശങ്കയാണ് അച്ഛന്. അതാണ് അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നത്. ഇത് കേൾക്കുമ്പോൾ നയന സങ്കടത്തോടെ കരയുകയാണ്. പിറ്റേ ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് നയനയെ തിരിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്നു. അപ്പോൾ നയന വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും അവർ പോകുകയാണ്. പിന്നീട് ആദർശിൻ്റെ അമ്മ വന്ന് നയനയെ വീട്ടിലോട്ട് വിളിക്കുകയും നയന ഒന്നും മിണ്ടാതെ വീട്ടിലോട്ട് അമ്മയുടെ കൂടെ പോവുകയും ചെയ്യുന്നു. അനാമികയ്ക്കും ജലജയ്ക്കും കൂടി കുട്ടിയെ വെച്ച് ആദർശിനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ സംഭവിച്ചതിന് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. പിന്നീട് ആദർശ് എല്ലാവരോടും കൈ കൂപ്പി മാപ്പ് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. ആദർശ് തന്നെയാണോ കുട്ടിയുടെ അച്ഛൻ, അല്ലെങ്കിൽ ആദർശ് ആരെങ്കിലും രക്ഷിക്കാനാണോ കുറ്റം ഏറ്റെടുത്തതെന്ന് അറിയാനുള്ള നയനയുടെയും നവ്യയുടെയും തെരച്ചിലാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നയനയും നവ്യയും അമ്മയും അമ്മായിയമ്മയും പോയി ആശ്രമത്തിലും ഓഫീസറിനെയൊക്കെ കണ്ട് അന്വേഷിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി, കുട്ടിയുടെ അച്ഛൻ ആദർശല്ലെന്ന കാര്യം. പിന്നീട് ആശ്രമത്തിലെ സൂപ്രണ്ടിനെ നവ്യയും നയനയും പോയി കാണുകയും അവിടുന്ന് കുട്ടിയുടെ അമ്മയുടെ അഡ്രസ്സ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ നവ്യയും നയനയും കൂടി കുട്ടിയുടെ അമ്മയെ അന്വേഷിച്ച് കുട്ടിയുടെ നാട്ടിൽ ചെല്ലുകയാണ്. എന്നാൽ അവിടുന്ന് ഗുണ്ടകൾ നവ്യയും നയനയും തട്ടിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും അറിയാതെ ആദർശം എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാക്കാൻ വേണ്ടി അവിടെ എത്തി. അപ്പോഴാണ് നയനയുടെ വാച്ച് അവിടെ താഴെ കിടക്കുന്നത് ആദർശ് കണ്ടത്. നയനയ്ക്ക് എന്തോ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ആദർശ് അവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കുമ്പോൾ 2 പെൺകുട്ടികളെ ഒരാൾ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതറിഞ്ഞ ആദർശ് നയനെ തപ്പി പോവുകയും ഒരു ഗോഡൌണിൽ നവ്യയും നയനയും കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. അവരെ രക്ഷിക്കാൻ പോയ ആദർശിനെ ഗുണ്ടകൾ കെട്ടിയിടുന്നു. പിന്നീട് അവരെ ക്ലോറോഫോം മണപ്പിച്ച് മയക്കുന്നു. ഈ സമയത്തു തന്നെയാണ് നയനയുടെ അമ്മയും അമ്മായിയമ്മയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തുന്നത്. പിന്നീട് ഗുണ്ടകളോടുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ നവ്യയും നയനയും ആദർശിനെയും എല്ലാവരെയും രക്ഷിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായതെന്ന് ആദർശ് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്. ഈ കുടുംബത്തിൻ്റെ സമാധാനം വരെ നിങ്ങൾ കളഞ്ഞു. ഇനി ഈ സമയത്താണ് കുട്ടിയുടെ അമ്മയുടെ കൂട്ടുകാരിയെ പിടിച്ചുകൊണ്ട് ഗുണ്ടകൾ ഗോഡൌണിലെത്തുന്നത്. ഗുണ്ടകൾ ആദർശാണ് കുട്ടിയുടെ അച്ഛനെന്ന് പറയാൻ കൂട്ടുകാരിയോട് പറയുമ്പോൾ, ഇല്ല, അങ്ങനെ ഞാൻ പറയില്ല, ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ അനിയാണെന്ന് എല്ലാവരോടുമായി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അനി ഒന്നും അറിയാതെ ഞെട്ടി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരും മൊത്തത്തിൽ ഞെട്ടുന്നുണ്ട്. പിന്നീട് കൂട്ടുകാരി കഥ പറയുന്നു.
അനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോളേജിൽ നിന്നും ടൂർ വന്നിരുന്നുവെന്നും അങ്ങനെ കോളേജിലെ പിള്ളേരൊക്കെ പിക്നിക്കിന് വരുന്ന സ്ഥലമാണിതെന്നും ഞങ്ങളിവിടെ ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നുവെന്നും കൂട്ടുകാരി പറയുന്നു. ഈ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ വരുന്നവരെല്ലാം ഭക്ഷണം കഴിച്ചിരുന്നതെന്നും അനിയും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്നും ഈ കുട്ടിയുടെ അമ്മ ഇവിടെ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നുവെന്നും ഇങ്ങനെ കൂട്ടുകാരി പറയുന്നുണ്ട്. അവർക്കും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോഴാണ് അനി തങ്ങിയിരുന്ന ഹോട്ടലിൽ എന്തോ പ്രശ്നമുണ്ടായത്. അനിയുടെ കൂട്ടുകാരെല്ലാം ചേർന്ന് അനിക്ക് കൂൾ ഡ്രിങ്ക്സിൽ എന്തോ മയക്കുമരുന്ന് കലക്കി കൊടുത്തു. ഇത് കഴിച്ച അനി ബോധമില്ലാതെ ഹോട്ടലിൽ തന്നെ കിടക്കുകയായിരുന്നു. അനിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പോയ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അനിക്ക് ബോധമില്ലെന്നുള്ള കാര്യം മനസ്സിലായില്ല. അവൾക്ക് അനിയോട് ചെറിയ ഇഷ്ടവും ഉണ്ടായിരുന്നു. അനി കടയിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴെല്ലാം അവളോട് നന്നായി പെരുമാറാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വിചാരം അനിക്ക് അവളോട് ഇഷ്ടമായിരുന്നു എന്നാണ്. അനിക്ക് ബോധമില്ലാത്ത സമയത്ത് അവൾ അനിയുടെ കൂടെ കിടക്കുകയും അങ്ങനെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ അനി ഭയങ്കരമായി കരയുകയാണ്. അപ്പോൾ വീണ്ടും ആ കൂട്ടുകാരി പറയുകയാണ്, പാപം പെണ്ണ്, അവളുടെ വിചാരം അനിക്ക് അവളെ ഇഷ്ടമാണെന്നാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഇതെല്ലാം നടന്നത്. അപ്പോൾ അവൾ ചിന്തിച്ചു അനി തന്നെ ഇനി അന്വേഷിച്ചു വരുമെന്ന്. പിന്നീട് അനി അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ കൂട്ടുകാരി പ്രഗ്നൻ്റ് ആകുകയും അവൾ പ്രസവിക്കുകയും ചെയ്തു. ആ സമയത്തെല്ലാം അവൾ അനിയെ മാത്രം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആൾക്കാരുടെ പരിഹാസവും നിന്ദനയും സഹിക്കാൻ വയ്യാതെ അവൾ മാനസികമായി തകർന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. പിന്നീട് ഈ കുട്ടിയെ വളർത്തിയത് ഈ കുട്ടിയുടെ മുത്തശ്ശനാണ്. അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ കുട്ടിയെ ആശ്രമത്തിൽ ഏൽപ്പിച്ചത്. അദ്ദേഹത്തോട് അവൾ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ബാക്കി ആദർശ് പറയുമെന്ന് കൂട്ടുകാരി പറയുമ്പോൾ മുത്തശ്ശൻ ആദർശിനോട് എല്ലാ കാര്യവും പറയാൻ പറയുകയാണ്. അപ്പോൾ ആദർശ് എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഈ മുത്തശ്ശൻ ഈ കുട്ടിയെയും കൂട്ടി ആശ്രമത്തിൽ ചെന്നുവെങ്കിലും ആശ്രമത്തിലെ മേഡം ഈ കുട്ടിയെ അവിടെ നിർത്താൻ സമ്മതിച്ചില്ല. ആരോരുമില്ലാത്ത കുട്ടികളെ മാത്രമേ ഇവിടെ നിർത്താൻ പറ്റുകയുള്ളൂന്ന് മേഡം പറഞ്ഞു. എന്നാൽ മുത്തശ്ശൻ മേഡത്തിനോട് വീണ്ടും കെഞ്ചി പറയുകയും ഈ കുട്ടിയുടെ അച്ഛൻ മൂർത്തീസ് ജില്ലേഴ്സിലെ ഉടമകളിൽ ഒരാളാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട മേഡം കുട്ടിയെ ആശ്രമത്തിൽ നിർത്താൻ സമ്മതിക്കുകയും കുട്ടിയെ അനന്തപുരിയിൽ എത്തിച്ച് അച്ഛനെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് നന്ദി പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് പോകുകയാണ്. വീണ്ടും ആദർശ് തുടരുകയാണ്. ഈ കുട്ടിയെ അനന്തപുരിയിൽ വന്നതോടുകൂടി വലിയ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം പരിഹരിക്കാൻ ഞാൻ ആശ്രമത്തിൽ പോയി മേഡത്തെ കണ്ടു. അങ്ങനെ മേഡം പറഞ്ഞ അഡ്രസ്സ് അനുസരിച്ച് ഞാൻ ഈ കുട്ടിയുടെ മുത്തശ്ശനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ മുത്തശ്ശൻ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ഞാൻ അനിയാണെന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ എന്നോട് സംസാരിച്ചത്. ഞാൻ കുട്ടിയുടെ അച്ഛൻ അനിയാണെന്നാണ് മുത്തശ്ശൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നത് എന്തെന്ന് മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ ഓഫീസിൽ വന്നിരുന്നുവെന്നും അനിയുടെ അച്ഛനെയാണ് കണ്ടതെന്നും എനിക്ക് കല്യാണമായെന്ന് പറയുകയും അവിടുന്ന് പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുട്ടിയെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കുട്ടി ഇവിടെ കൊണ്ടുവന്ന് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, ഇനി എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ കൊന്നുകളയുമെന്ന് അനിയുടെ അച്ഛൻ പറഞ്ഞതായും മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെയാണ് മുത്തശ്ശൻ ആശ്രമത്തിൽ കുട്ടിയെ കൊണ്ടുപോയി വിട്ടത്. എൻ്റെ കുട്ടിയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ സത്യം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച് ആ നിമിഷം തന്നെ മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ വീട്ടിലെ എല്ലാവരോടും DNA സാമ്പിൾ എടുത്തിരുന്നു. അതിൻ്റെ റിസൾട്ട് അനിയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ആദർശ് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടമായി. എന്നാലും അനി ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമാവുകയും ചെയ്തു.